Dear students, welcome to a new English class. In the last class, we have learnt the poem Taj Mahal. Who is the poet of Taj Mahal? Do you remember? Rabindranath Tagore is the poet of Taj Mahal. Have you remembered the summary of that poem? How many stanzas in that poem? Look at the poem. How many stanzas there? It is the speciality of that poem. Uneven stanza ആക്കിയിട്ടാണ് ആ poem കൊടുത്തിരിക്കുന്നത്. It is divided into uneven stanzas. They follow a musical flow. ഒരു musical flow അതിനകത്തുണ്ട്. ഷാജഹാൻ, renown, time, dream എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് എൻഡിങ് ഓഫ് ദ ഓരോ ലൈൻസിന്റെയും എൻഡിങ് വേർഡ് നോക്കിയേ കാണാണ്ടാവും. Yes, then now we have to study the textual activities. There are 6 questions here. Before that, we must know Taj Mahal. About Taj Mahal. Taj Mahal makes Shah Jahan's love for Mumtaz Mahal eternal. It commemorates them forever. It proclaims that true love outlasts that passing of time. Tagore celebrates it through his lines, calling Taj Mahal is a solitary teardrops on the cheek of time. Taj Mahal represents the intense aspiration of Emperor Shah Jahan to glorify his sorrow. It is also an eternal monument that immortalizes art. These are some description about Taj Mahal and the poem also. Okay, now look at the question answer. What is the first question? What, in the poet's view, are the things that would float away down the stream of time? What are the things that float away down the stream of time? We have written earlier. നേരത്തെ എഴുതിയതാണ് സംഭവം. Life, youth, wealth and renown that float away down the stream of time. പോയത്തിൽ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Then the second question, what do you think was Shah Jahan's heart's pain? ഷാജഹാന്റെ ഹാർട്ട് പെയിൻ എന്താന്നാ പറയുന്നത്? The memory of his beloved Mumtaz, which is already written. Then the third question, why is imperial compared to the imperial power compared to the splendor of sunset? എന്തുകൊണ്ടാണ് ആ രാജകീയമായിട്ടുള്ള ശക്തിയെ സൺസെറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് എന്ന് പറഞ്ഞാൽ നെവർ എറ്റേണൽ അല്ലെ, എപ്പോഴും നിലനിൽക്കുന്നതാണോ? ഒരിക്കലും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പീരിയൽ പവർ ഓൾസോ ഡെമിനിഷസ്. തീർച്ചയായിട്ടും അതിനൊരു എൻഡിങ് ഉണ്ട്. ഇമ്പീരിയൽ പവറിനും ഒരു എൻഡിങ് ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇമ്പീരിയൽ പവർ ഓൾസോ ഡെമിനിഷസ് ലൈക്ക് ദ സൺസെറ്റ്, ദാറ്റ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഇനി ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ലൈൻസ് വിച്ച് മീൻസ് എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ട്രാൻഷ്യന്റ്. ഇതേപോലെ തന്നെയാണ് എമറാൾഡ്, റൂബി, ഈ സംഭവങ്ങളൊക്കെ ട്രാൻഷ്യന്റ് ആവും, ഒരിക്കലും എറ്റേണൽ അല്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ എറ്റേണിറ്റി എന്തെങ്കിലും അവസാനിക്കും, ട്രാൻഷ്യന്റ് ആവാൻ പറയുന്ന ലൈൻ ഏതാന്ന് പോയത്തിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആൻഡ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ മസ്റ്റ് പാസ് എവേ. ആ പാസ് എവേ എന്നുള്ളത് വരെ വേണം അതിന്റെ ആൻസർ ആയിട്ട് കിടക്കാൻ. ഇനി fifth question, all floats away down the stream of time. What image do you get from this line? What is image? ആദ്യം നമുക്കറിയേണ്ടത് സംഭവം അതാണ്. എന്താണ് ഇമേജ് എന്നുള്ളതാണ്. ഇവിടെ ഈ ലൈനിൽ പറഞ്ഞിരിക്കുന്ന ഇമേജ് എന്താണെന്നാണ് കാണിക്കുന്നത്. Do you know what are imageries? Imageries എന്ന് പറഞ്ഞാൽ what we feel with our 5 senses. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇമാജിനറി എന്ന് പറയാം. അപ്പൊ ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആ ലൈൻസിലെ വെർബ് നോക്കണം. വെർബോണ്ടാണല്ലോ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾ ഫ്ലോട്ട്സ് എവേ എന്ന് പറഞ്ഞത്, ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നുള്ളതാണ്. ഒഴുകി പോകുന്നത് നമുക്ക് ഏതുകൊണ്ടാ മനസ്സിലാക്കാൻ സാധിക്കുക? വി ക്യാൻ സീ അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ പറ്റുന്ന ഇമാജറിക്ക് എന്താന്ന് പറയാ? വിഷ്വൽ ഇമേജറി എന്നാണ് പറയാ. വാട്ട് എവർ വി ക്യാൻ സീ, എന്തൊക്കെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഇമേജറിക്കാണ് ഇത് പറയുന്നത് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് നെക്സ്റ്റ് ഇമേജറി? ഓഡിറ്ററി ഇമേജറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ആ ഓഡിറ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓഡിയോ. എന്താ ഓഡിയോ എന്ന് പറഞ്ഞാല്? ഹിയറിംഗ് അല്ലെ,
എന്തൊക്കെയാണോ കേൾക്കാൻ പറ്റുന്നത് അതിനാണ് ഓഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയത്തിൽ ഓഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നത് ഏതായിരിക്കാം ശരിക്ക്? ഒരു ഹാഷ് തണ്ടർ എന്ന് പറയുന്ന ഒരു ലൈന് കാണാം. തണ്ടർ എന്തിന്റെ? ഇടിയുടെ സൗണ്ട്. ആ ഇടിയുടെ സൗണ്ട് പോയത്തിലെ 6ാമത്തെ ലൈൻ, ദ ഹാഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നത്. ഹാഷ് തണ്ടർ എന്നുള്ളത് ആ ഒരു സൗണ്ടാണ്. ആ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുക? വി ക്യാൻ ഹിയർ. അതാണ് ഓഡിറ്ററി ഇമാജറി. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ഔട്ട് 2 ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഫ്രം ദ പോയം. വാട്ട് ഈസ് സിമിലി? ഡു യു നോ വാട്ട് ഈസ് സിമിലി? In this poem, there are some examples for simile. Let us see what is simile. What is simile? A simile is a figure of speech that draws comparison between two things using the word like or as. Simile എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്ത രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാം. ആ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ലൈക്ക് ഓർ ആസ്, അതുപോലെ എന്ന് പറയുന്ന വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ്. ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു ബോക്സ് ചോക്ലേറ്റ് പോലെയാണെന്ന് പറയാം. അപ്പൊ ലൈഫ് ഈസ് കമ്പയർഡ് ടു എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്. ലൈഫ് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ബോക്സ് ചോക്ലേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾസ് പറയാം. ആസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിള്, ദാറ്റ് ബേബി ഈസ് ആസ് ക്യൂട്ട്. ദാറ്റ് ബേബി ഈസ് ആസ് ക്യൂട്ട് ആസ് ബട്ടൺ. അത്രയ്ക്ക് ക്യൂട്ടാണ്, അതുപോലെ ക്യൂട്ടാണെന്ന് പറയാണ്. അങ്ങനെ 2 എക്സാമ്പിൾ ആണ് ലൈക്കും ആസും വെച്ച് പറയുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്? സിമിലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ സിമിലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ലൈക്ക് ആൻഡ് ആസ് ഉപയോഗിച്ച് വരിക്കുന്ന ലൈൻസ് ഏതൊക്കെയാ നോക്കിയാൽ മതി. അങ്ങനെ ഉപയോഗിക്കുന്ന വേർഡ്സ് ലൈൻസ് നിങ്ങൾ ഈ പോയത്തെന്ന് കണ്ടുപിടിക്കണം. ആർ യു റെഡി? ഓക്കെ, ലുക്ക് അറ്റ് ദി 8th ലൈൻ. ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. അത് ഏതാണ് ലൈക്ക് സൺസെറ്റ്? സൺസെറ്റ് പോലെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്ന ഏതിനെയായിരുന്നു? ദ ഹാഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അതൊരു സിമിലിക്ക് എക്സാമ്പിൾ ആണ്. ഇനി വേറെ ഏതൊക്കെയാ എക്സാമ്പിൾസ് ഉള്ളത്? ആസോ ലൈക്കോ വെച്ചിട്ട് നോക്കി പറയണം. ഓരോ ഇതിങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. എമറാൾഡ്, റൂബി, പേൾസ് ആർ ഓൾ ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ. കണ്ടോ? ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ. അപ്പൊ 2 എക്സാമ്പിൾസ് ആയില്ലേ? 2 എക്സാമ്പിൾസ് ഏതിനുള്ളതാണ്? സിമിലിക്കുള്ള എക്സാമ്പിൾസ്. വിത്ത് ദിസ് we have completed our question answer. Now look at the activity 1. In the poem, the poet uses similes and metaphors. What is metaphor? Metaphor നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ സിമിലീസ് ആണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസ് ഓഫ് സിമിലീസ് ഫ്രം ദ പോയം. പോയത്തിൽ 2 സിമിലിയുടെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ആ 2 സിമിലിയുടെ എക്സാമ്പിൾസ് എഴുതി വെക്കണം. ഇനി വാട്ട് ഈസ് മെറ്റഫർ? മെറ്റഫർ എന്താന്ന് പറഞ്ഞുതരാം. എ മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that it describes an object or action in a way that is not literally true but helps explain an idea or making a comparison. സിമിലിയെ പോലെ തന്നെയാണ് മെറ്റഫറും. കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ മെറ്റഫറിൽ ലൈക്കും ആസും ഉണ്ടാവില്ല. While both similes and metaphors are used to make a comparison, 2 കമ്പാരിസന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ മെറ്റഫേഴ്സ് കം ഡൗൺ ടു എ വേർഡ്, ഒരു വേർഡിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങാണ് ചെയ്യുക. ബട്ട് സിമിലി ആണെങ്കിലാണെങ്കിൽ അവിടെ ലൈക്കും ആസും ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ മെറ്റഫർ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു. അവിടെ ലൈക്ക് ഉപയോഗിച്ചത് കാരണമാണ് എന്ത് വന്നത്? സിമിലി എന്ന് വന്നത്. പക്ഷെ മെറ്റഫർ ആണെങ്കിൽ എങ്ങനെ വരുള്ളൂ? ലൈഫ് ഈസ് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്, അത്രേ വരുള്ളൂ. അവിടെ എന്ത് വേണ്ട? ലൈക്ക് വേണ്ട. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലവ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. അങ്ങനെ പറയാം. ലവ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മെറ്റഫർ ആണ്. കാരണം അവിടെ ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. അതല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, മൈ ലൈഫ് ഈസ് എൻ ഓപ്പൺ ബുക്ക്. ഒരു ഓപ്പൺ ബുക്ക് പോലെ, അതായത് തുറന്ന പുസ്തകമാണ് നമ്മൾ പറയപ്പോഴും. ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊരു മെറ്റഫർ ആണ്. മെറ്റഫറിന്റെ മലയാളം എന്താണ്? രൂപകം. സിമിലിയുടെ മലയാളം എന്താണ്? ഉപമ. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. സിമിലി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം അതിനകത്ത് എന്തുണ്ടായിരിക്കും? ലൈക്ക് ആസ് എന്നുണ്ടാവും. മെറ്റഫർ ആണെങ്കിൽ ലൈക്കും ആസും ഇല്ലാതെയാണ് എന്ത് ചെയ്യുക? അത് കമ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. ഫ്രം ദിസ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്
What is the difference between metaphor and simile? Then, what are the metaphors depicting in this poem? ഈ പോയത്തിലുള്ള മെറ്റഫേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ പോയത്തിലെ മെറ്റഫേഴ്സ് ഏതൊക്കെയാണ്? മെറ്റഫർ എന്താണെന്ന് ശരിക്കും മനസ്സിലായല്ലോ? മെറ്റഫറും സിമിലിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ? എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കുക. Then find out the metaphors in this poem. Okay. Dear children, hope you understood very well. Let me conclude this class. Okay, thank you for watching this video.